നാം സൗകര്യപൂർവ്വം മറന്നുപോയ കഥയുണ്ട്. കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും തീവെപ്പുകളും ചിന്ന ഭിന്നമാക്കിയ ഒരു ജനതയുടെ കഥ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അഭിസാരി. हो गया कब सांस थामी कब सांस छोड़ी हर दर्द मेरा बया हो गया ये क्या हो गया प्रेम में तो हरे से बरसे झेलों का पानी घाट से घाट में ऐसे फिरी रे मुझसे ठिकाना പിടിപ്പിക്കുന്ന ബന്ധമാണ് നിങ്ങൾക്ക്. വെറുതെയല്ല പുരുഷന്മാർ നിങ്ങളെ ഉണരാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗന്ധം പ്രണയം നഷ്ടപ്പെട്ട കാമുകിയുടേതാണ്. ബനാറസിലെ തെരുവുകളിൽ തലമുണ്ടനം ചെയ്ത് വലിച്ചെറിയപ്പെട്ട വിധവയുടേതാണ്. രാജാക്കന്മാരുടെ സായാഹ്നങ്ങൾക്ക് നൃത്തസംഗീത വിരുന്നൊരുക്കി ഹരം പകർന്ന യുവതിയുടേതാണ്. എല്ലാ ആണുങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു റുബീന. ഒരു പെൺകുട്ടിയെ അവളുടെ അച്ഛൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. കലാപത്തിൽ പെട്ടുപോയവളാ. ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ. കലാപത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടവളെ സ്വന്തം അച്ഛന് പോലും വേണ്ട. ഈഗൻസാറിന്റെ കോട്ടയ്ക്ക് പുറത്തുള്ള എല്ലാ ആണുങ്ങളും നായിന്റെ മക്കളാണ്. ഈഗൻസാറിന്റെ കോട്ടയ്ക്ക് അകത്തുള്ള ആണുങ്ങളോ കോഴികളാ, കോഴികള്. എന്താ അതിന്റെ പേര്? നല്ല ചുവന്നു തുടുത്ത കവിത. കണ്ടിട്ട് കാശ്മീരിയാണ്. ഞാൻ നിനക്കൊരു പേരിടാം. ഇന്നു മുതൽ നീ ശബ്ദം എന്നറിയും. ഗുലാബോ ഒളിയകത്തേക്ക് കൊണ്ടുപോകും. നല്ല ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും. കമല, നീ ഇവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കും.
മധുര. എന്താണ് മാസ്റ്റർ ഇതൊക്കെ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ട് ഈ പലഹാരങ്ങളും ഉപഹാരങ്ങളൊന്നും കൊണ്ടുവരണ്ടാണ്. ബീഗം ഷാ, ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാനിട്ടാണ്. 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നു. അതെ, കമല ആ റേഡിയോ ഒന്ന് കൊണ്ടുവരൂ. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. എന്താണ് ബീഗം ഷാ, നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്തത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? അതൊരു വലിയ കാര്യമല്ലേ? സ്വാതന്ത്ര്യം? ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത്? ഹിന്ദുക്കൾക്കോ അതോ മുസ്ലിങ്ങൾക്കോ? സ്ത്രീകളുടെ കാര്യം പിന്നെ പറയേ വേണ്ട. ഞങ്ങൾ വേശ്യകൾക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. നിങ്ങൾ തയ്യാറാവോ ഞങ്ങൾ ഒരാളെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ? പറ്റില്ല അല്ലേ? ഭാഷണം നിർത്തി പലതും പ്രവർത്തിക്കാൻ നോക്കും മാസ്റ്റർജി. ഇവിടെ കലാപം കാരണം ഞങ്ങളുടെ കൊച്ചുപടമാണ് ആകെ അവതാരത്തിലായിരിക്കുന്നത്. എല്ലാ ആളുകളും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് അവരവരുടെ വീടുകളിലാണ്. പോലെ ഈ ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കമല സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ? കഴിച്ചിട്ട് പോകണം മാസ്റ്റർജി. പോയിട്ട് തുറങ്ങില്ലാരും. അവക്ക് പ്രേമിക്കാൻ വേണ്ട സമയം. വന്നോ കലാകാരൻ? പറയടോ, ഇന്ന് നിനക്ക് ആരോടൊപ്പമാണ് നൃത്തം പാടേണ്ടത്? കമല മതി. ആ റുബീന, ഞാൻ പണം വാങ്ങിക്കും. കേട്ടോ ബീഗം ഷാ, കമല ഒരു ന്യായം പറയുന്നു. വെറുതെ നീ എന്റെ അടുത്ത് നാടകം കളിക്കരുത് കമല. എല്ലാ ആഴ്ചയും നിനക്ക് മാത്രം വയറുവേദന വരുന്നത് എന്തിന്റെ സുഖമാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ പ്രേമവും വെള്ളം കിട്ടിയൊക്കെ ഈ കോട്ടയ്ക്ക് പുറത്തു മതി. കലാകാരാ, ഞാൻ ഇവിടെ ഒന്ന് സൂചിപ്പിക്കണം. ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. रात गए जो पिया मोरा मोहे पहचानना. വരണം സാറേ. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഈ ആഴ്ചയും സൗജന്യ സേവനം വേണമെന്ന് വാശി പിടിക്കരുത് കേട്ടോ. ഞാൻ അതിനല്ല ബീഗം ഷാ. ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു കഴിഞ്ഞു. സംരക്ഷിച്ച അതിർത്തി ഈ കോട്ടയുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കോട്ട ഒരു ചെക്ക് പോയിന്റ് ആയി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് എടോ, താൻ പറഞ്ഞത് എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായി. ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇരിക്കുന്ന ഭാഗം ഇന്ത്യ അല്ലേ? പുറകിൽ ഈ കമല ഗുലാബ് അവരൊക്കെ ഇരിക്കുന്ന ഭാഗം പാകിസ്ഥാൻ അല്ലേ?
ഇതാണ് നിങ്ങൾക്കുള്ള എവിക്ഷൻ നോട്ടീസ്. അതായത് ഒഴിഞ്ഞു പോവാന്ന നോട്ടീസ്. വായിക്കാണെങ്കിൽ വായിച്ച് മനസ്സിലാക്കും. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതിലൂടെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്കും ഹിന്ദുക്കളെല്ലാം ഇന്ത്യയിലേക്കും അതിർത്തി അടക്കും. മുഴുവൻ കാശും കൊടുത്തതാണോ? കൊടുത്തതാണ് ബേഗം ജാൻ. താൻ ഏത് ജാതിയാണ്? ബ്രാഹ്മണ. താൻ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണിന്റെ ജാതിയോ മതമോ അന്വേഷിച്ചോ താൻ? ഇല്ല. ഈ വേശ്യാലയത്തിൽ അങ്ങനെ ജാതി മത ലിംഗ വിവേചനം ഒന്നുമില്ല. പിന്നെ തൊട്ടുകൂടായ്മ അത് തീരെയില്ല. ഇത് കമ്മീഷന്റെ ഉത്തരവാണ്. നിങ്ങളെല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞ് പോയേ പറ്റൂ. ഇതെന്റെ കോട്ടയാണ് സാറേ. നിങ്ങളുടെ ഇന്ത്യ പാകിസ്ഥാൻ കളിയൊക്കെ ഈ കോട്ടയ്ക്ക് പുറത്ത് കളിച്ചാൽ മതി. ഇനിയും ഒഴിപ്പിക്കാനുള്ള ഭാവമെങ്കിൽ എല്ലാത്തിനെയും തുണ്ടമാക്കി എന്നെ പട്ടിയിൽ ചെറിഞ്ഞു കൊടുപ്പിച്ചാൽ അതിഥിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യം 1 മാസ സമയം മാത്രമുണ്ട്. 1 മാസ സമയം മാത്രം. മാസാക്കിയിരിക്കും. കൃത്യമായിട്ട് എണ്ണാൻ അറിയാം സാറേ. ഓരോ തവണയും അതിനെ ചോപ്പിച്ചു തന്നെ പോവാറുള്ളൂ. ഇന്നലെ വരെ എന്റെ മുന്നിൽ ഓച്ചാരിച്ചു നിന്നവൻ ഇന്നെന്നോട് ഒഴിഞ്ഞു പോകാൻ പറ്റും. ഇവനെ എത്ര പാഠം പഠിപ്പിക്കണം. രാജസഭയോട് ഞാനെല്ലാം പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യരുത് വീഗൻജാൻ. അയാൾ അയാളുടെ ജോലി ചെയ്തു, അത്രമാത്രം. ഞാൻ ഏതായാലും ദില്ലിയിൽ ചെന്ന് പാർട്ടി ഹൈക്കമാൻഡുമായി ഒന്ന് സംസാരിക്കാം. എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് നോക്കാം. എനിക്കൊക്കെ ഒരു ഭയം. രാജസഭയെ കാണണം. അദ്ദേഹത്തിന് വിവരം അറിയിക്കും. അങ്ങ് വന്നല്ലേ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെത്ര വഷളാണ്. ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഞങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കാരണം അന്ന് ആ പോലീസുകാരനെ ഒന്നുകളെയൊന്നും ചെയ്യുന്നുണ്ടോ? ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ മതിയാവും. ഞാൻ അങ്ങയുടെ ദാസിയല്ലേ? എന്നെ ഭീഷണിപ്പെടുത്തുന്ന അങ്ങേ അപമാനിക്കുന്ന തുല്യമല്ലേ? ഉത്തരവ് വന്നിരിക്കുന്നത് അങ്ങ് ദില്ലിയിൽ നിന്നാണ്. ഞാൻ അവിടെ പോയി അവരോടൊന്ന് സംസാരിക്കാം. പകരം എനിക്കിത് നീ എന്ത് തന്നെ? അങ്ങേക്ക് ആരെ വേണം? ഗുലാബ്, പുതിന, കമല, അതോ ഈ എന്നെ തന്നെയാണ്?
അവളുടെ ജീവിതത്തിൽ ഈ അടുത്തിടെ ഒരു വലിയ ദുരന്തമാണ് സംഭവിച്ചത്. അതിൽ നിന്ന് അവൾ പൂർണ്ണമായി മുക്തി നേടിയിട്ടില്ല. വേണ്ട വിധത്തിൽ പരിശീലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ ഇവിടെ താമസിപ്പിച്ചത് ഞാനാ. നിങ്ങളെ ഒരാളും ഉപദ്രവിക്കാൻ സാഹസപ്പെടാത്തതും എന്റെ ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നത് കൊണ്ടാണ്. എന്തിന് നിന്റെ ഈ കോട്ടയുടെ നികുതി പോലും രാജാവിന്റെ ഖജനാവിൽ നിന്നാണ് നടക്കുന്നത്. കന്യകയാണെങ്കിലും അല്ലെങ്കിലും അവളെ എത്രയും പെട്ടെന്ന് തയ്യാറാക്കി കൊണ്ടുവരിക. ഞാൻ എന്റെ ഗ്രാമപ്പുഴയുടെ നിനക്കറിയാമോ, പാട്ട് കേട്ടില്ലെങ്കിൽ ഒന്നിനൊരു ഉന്മേഷം ഉണ്ടാവില്ലെന്ന്. ഞാൻ നിങ്ങളുടെ ദാസിയാണെന്നുള്ള ചിന്തങ്ങൾ എന്നെ കൊണ്ട് വരികയും ചെയ്യാൻ സാധിക്കില്ല. അതെ, അധികം സംസാരിച്ചാൽ ദില്ലിയിൽ പോകാൻ സമയമേ. എന്താണ് പുതിയ വിശേഷങ്ങൾ? ബീഗം ജാൻ, ഞാൻ ദില്ലിയിൽ പോയിരുന്നു. പാർട്ടിയിൽ എല്ലാവരോടും സംസാരിച്ചു. ഒരു രക്ഷയില്ല. നിങ്ങൾ ഇവിടെ കാലിയാക്കി മതിയാവും. ഞങ്ങൾ കാലിയാക്കിയില്ലെങ്കിൽ അവർ നിന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല. നീയും എന്താണ് ബഹുമാനക്കുറവ്? ബഹുമാനക്കുറവല്ല, ഇഷ്ടമാണ് ബീഗം ജാൻ. നിന്നെ അവർ കൊല്ലുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതെല്ലാം മതിയാക്കും. നമുക്ക് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. ഓരോ തവണ നിങ്ങൾ ഞങ്ങളെ സഹായിക്കപ്പെടും. നിങ്ങളുടെ മനസ്സിലേക്ക് ഇതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാണം പോയി രചിക്കവൾ. പക്ഷെ നിങ്ങൾ, ഞാൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് ബീഗം ജാൻ. നിങ്ങൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾക്ക് ഞാൻ വെറുതെ വിടുന്നു. ഈ മേലാൽ ഈ പരിസരത്ത് കണ്ടുപോകുന്നു. കമല, നിന്റെ ബീഗം ജാൻ ആളൊരു സമർത്ഥയാണ്.
നേരത്തെ അവരെന്നെ അവരുടെ വലയിലാക്കാൻ നോക്കി. പക്ഷെ ബീഗഞ്ചാൻ അങ്ങനെ ഒരിക്കലും നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ നിന്നെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? പുരുഷന്മാരും നിന്നെ പ്രാപിക്കുമ്പോ എന്റെ ഹൃദയം പെടയാറുണ്ട്. ഇതിനൊക്കെ കാരണക്കാരെ അവരെ എനിക്ക് കൊല്ലാൻ തോന്നാറുണ്ട്. മാസ്റ്റർജി, നോക്കൂ, എന്റെ ഈ മാറിടം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുവാനുള്ളതാണ്. മാംസം മാത്രമാണ് ഇതിലുള്ളത്. എന്റെ ഈ യോനി ശരീരത്തിലെ മറ്റേതൊരു അവയവം പോലെ ഒരു ഭാഗം മാത്രം. പക്ഷേ ഈ ഹൃദയമുണ്ടല്ലോ, അതിന്ന് നീക്കാം. മറ്റൊരു പുരുഷനെ ബന്ധപ്പെടുമ്പോഴും കൈയുടെ മധുരങ്ങളുമായി നെഞ്ചാനോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ുള്ളിലൂടെ കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം. അവൾ കാരണം എനിക്ക് നിന്നോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. എന്റെ കൂടെ ഇറങ്ങി വരാൻ നീ തയ്യാറാണ്? ഞാൻ നിന്നെ വിവാഹം കഴിക്കണം. എടി ഗുലാബു, ഒന്ന് വേഗം വാടി. ഗുലാബു, നീ ഇത് എവിടെയാ? വിശക്കുന്നു. ഞാൻ എന്തൊക്കെ പണി ചെയ്യണം? ഇതിന്റെ കയ്യേ ഉള്ളൂ. ആർക്കെങ്കിലും ഒന്ന് സഹായിച്ചൂടെ? എടി, ഭക്ഷണം കഴിക്കുമെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കും. നല്ല മണം. എടി കമലെ, എനിക്കൂടെ താടി. നീ ഇങ്ങോട്ട് എടുക്കും. എടി പെട്ടെന്ന്. ആ ഉദ്യോഗസ്ഥര് അതിര് കെട്ടി നമ്മുടെ കോട്ടയുടെ അടുത്ത് വരെ എത്തി. ആ അതിരിലൂടെ ഇപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ബീഗഞ്ചാൻ. രാജപ്പരണ്ടല്ലേ, ഒന്ന് ഹിന്ദുക്കളുടേതും മറ്റേത് മുസ്ലിങ്ങളുടേതും. ഇന്നത്തെ ആഹാരത്തിന് നല്ല രുചിയുണ്ടല്ലേ? ആ രാജാസാബ് കൊടുത്ത മധുരങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ എപ്പോഴും കഴിഞ്ഞു. നിങ്ങളിരിക്കുമ്പോഴാണോ മധുരം ബാക്കി കാണുന്നത്? ഒരു കത്ത് വന്നിട്ടുണ്ട്. എടി, ആ ചപ്പാത്തി തരില്ല. എടുക്കാം. എന്റെ പൊന്നു കമല, ഒന്ന് കൊടുത്തേരെ. കമല, എന്താ കൊണ്ടുപോയി? ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് ബീഗഞ്ച? നല്ല എരിവൊക്കെ ഇട്ടാണ് വെച്ചത്. എന്തായാലും നിങ്ങളുടെ കാവൽക്കാരൻ പട്ടിയുടെ ഇറച്ചിക്ക് നല്ല സ്വാദുണ്ടാകും. ഒഴിഞ്ഞു പോകണം ബീഗഞ്ചാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ വേട്ടയാടപ്പെടും. ഇതറിഞ്ഞില്ലേ? എന്റെ മക്കളെയാണ് അവർ വെട്ടി തുറക്കിയാലിരിക്കുന്നത് തെറ്റാറിട്ടത്. ഉദ്യോഗസ്ഥരെ പടക്കി കുണ്ടമാണ് ഇതിനെ പറ്റി. ഒന്നിനെ വെറുതെ വിടുന്നില്ല. എല്ലാത്തിനെയും കൊല്ലണം. എന്റെ മക്കളുടെ ഇറച്ചി ഇപ്പോഴും എന്റെ തൊണ്ടയിൽ കുടുങ്ങി കിടപ്പുണ്ട്. അത് പോകുന്നില്ല. ഞാൻ ദില്ലി വരെ പോയി. ഹൈദരാബാദോടും കാശ്മീരിനോടും ഏത് ഭാഗത്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നു.
ഇപ്പോൾ പഴയ പോലെ രാജാക്കന്മാരുടെ അധികാരങ്ങൾ ഇനിയില്ല. ഇനി പ്രജാധിപത്യമാണ് വരാൻ പോകുന്നത്. എനിക്ക് അധികാരങ്ങളുണ്ട്. കാര്യമായത് ഒരുപാട് കേസുകളുണ്ട്. പറഞ്ഞു വരുന്നത് സർക്കാർ പറയുന്നത് അനുസരിപ്പിക്കുക. നിങ്ങൾ എവിടെ നിന്ന് ഒഴിയുന്നതാണ്. പഴയ എനിക്ക് നിങ്ങളെ സഹായിക്കാം. അപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാ. രാജാസ്വാമിനെ പെട്ടെന്ന് തന്നെ പോകും. ഞാൻ അവർക്ക് ഏറ്റവും നീചമായ ഭരണം കാത്ത കടപ്പെട്ട് വീതം തോന്നോളൂ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വഴിക്കുന്നെങ്കിൽ റാണിയെ പോലെ വയ്ക്കും. എന്നെ കൊത്തെ ഞാൻ ഈ കോട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരായി ഇവിടെ വന്നു ചേർന്നു. ഓർമ്മയുണ്ടോ ഗുലാബു? ആദ്യമായി മാസം വന്നപ്പോ ചോര കണ്ട് നീ കരഞ്ഞത്. നിങ്ങൾ എന്നെ സ്വന്തം മകളെ പോലെ പരിഗണിച്ചത് എങ്ങനെ ഞാൻ മറക്കും ബീഗംജാ? നിന്നെ ആ സേട്ടുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കൊരുപാട് പണം ചിലവിടേണ്ടി വന്നു. അല്ലേ റുബീന? ആത്മഹത്യയുടെ വക്കീലായിരുന്നു ഞാൻ. നിങ്ങളൊരു ദേവതയെ പോലെയാണ് അന്ന് അവിടെ അവതരിച്ചത്. പിന്നെ കമല, നീ തണുത്തു വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നു. ആ കുരിച്ചൊരിയുന്ന മഴയുള്ള രാത്രി നല്ല ഇടിയും മിന്നലും. അവന്മാർ നിന്നെ കടിച്ചു പറിച്ചിരുന്നു. ആ തെരുവിൽ കിടന്ന് കിട്ടിയതാണ് എനിക്ക് നിന്നെ. ഏറ്റവും ഒടുവിലായി വന്നത് കശ്മീരി സുന്ദരി എന്റെ ശബ്ദം. സ്വന്തം വീട്ടിൽ പോലും കിട്ടാത്ത സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സ്വാതന്ത്ര്യം ഒരു ഉപകാരമില്ലാത്ത സാധനമാണിത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സ്വാതന്ത്ര്യം ചോദിച്ച് ആളുകളെ കൊല്ലുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വീട് വിട്ടു പോകേണ്ടി വരുന്നത്. കോട്ടയുടെ ഓരോ ചുവരുകളിലും ഒരു സന്തോഷവും കണ്ണീരുമുണ്ട്. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നമ്മുടെ ഈ വീടും ഒരു നാൾ വിഭജിക്കപ്പെടുന്നത്. സമ്മതിക്കില്ല എന്റെ വീട് കഷ്ടങ്ങളാക്കാൻ. ജീവൻ രചിച്ച് പോരാടും. എന്റെ മക്കളെ കൊന്നുകൊള്ളുന്നിച്ച് ഞാൻ വെടിയുണ്ടകൾ തുറച്ചയച്ചു. നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട. പൊക്കോളൂ, എല്ലാവരും പൊക്കോളൂ. ഈ യുദ്ധം എന്നെ കാണാം. ഇത് ഞങ്ങളുടെ കൂടെ വീടാണ് ബീഗംജാ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല. യുദ്ധം നിങ്ങളുടേത് മാത്രമല്ല ബീഗംജാ, ഞങ്ങളുടേത് കൂടെയാണ്. നിങ്ങൾക്ക് ആർക്കും എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? മരിക്കുന്നെങ്കിൽ ഏത് സമയം വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാം. എല്ലാവരും ആയുധങ്ങൾ തയ്യാറാക്കി. കമല വാ. എല്ലാം കത്തി എഴുതിയിട്ടല്ലേ പോകുന്നത്? എല്ലാം കത്തിൽ എഴുതിയിട്ടില്ലല്ലോ കമല. മുഴുവൻ പറയാതെ പോകുന്നത് ഒരുപാട് വിഷമമുണ്ടാകും. നീ ഗർഭിണിയായിരിക്കുമ്പോ രാത്രി മുഴുവൻ ഉറക്കമുളങ്ങി ഇറങ്ങലിച്ച് നിന്റെ ദേഹം മുഴുവൻ ഈ കൈകൾ കൊണ്ടാണ് തടവിട്ടത്. 5 തവണ നീ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴും തടഞ്ഞു നീ കൈകൾ തന്നെ. ഇതൊന്നും ഞാൻ ആ കത്തിൽ കണ്ടില്ലല്ലോ കമല. തീറ്റയും വെള്ളം കൊടുത്ത് മാടുകളെ പോറ്റുന്നത് അവർക്കാൻ വേണ്ടി തന്നെയാണ്.
വധിക്കുമ്പോൾ അത് ഞാൻ കണ്ടു കഴിഞ്ഞു. 2 യഥാർത്ഥത്തിൽ വെടിയുണ്ടകൾ തുളഞ്ഞ് മരിക്കുന്നത്. അത് ഇപ്പോ ഈ നിമിഷം ഇവിടെ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ വിവാഹം വിവാഹം ഹാപ്പി സാരികൾക്ക് എന്ത് ഭർത്താവ്? നിങ്ങൾക്ക് വാങ്ങുന്നവരും വിൽക്കുന്നവരും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ബീഗം ജാൻ, റാണി പത്മാവതിയുടെ കഥയൊന്ന് പറഞ്ഞു തരുമോ? സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത ആ അമാവാസി നേരത്ത് ചിറ്റോറിലെ 5000-ലധികം സ്ത്രീകളുമായി റാണി പത്മാവതി ചന്ദനത്തടികൾ കൊണ്ടൊരുക്കി വെച്ച വലിയ എരിയുന്ന ചിതയിലേക്ക് അഭിമാനപൂർവ്വം നടന്നു കയറി. അവരെ അഗ്നി എന്നേക്കുമായി പുണർന്നു.